ഏറ്റവും പ്രിയപ്പെട്ട 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, അറക്കലാണ് നമ്മുടെ ഈ വർഷത്തെ അക്കാദമിക് ഇയറിൻ്റെ പകുതി കഴിഞ്ഞു. പകുതി കഴിഞ്ഞോ? പകുതി കഴിഞ്ഞു മക്കളെ, പകുതി കഴിഞ്ഞു. ഖത്തം ഹോഗയ. ഇനി നേരെ ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൂടി കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമാണ്. ഇത് ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ പ്രശ്നമാണ്. ഇപ്പോൾ സ്കൂളിൽ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ വന്നിട്ടുണ്ടാവും. ചില സ്കൂളുകളിലെങ്കിലും മേ ബി അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി തുടങ്ങാത്ത സ്കൂളുകളുണ്ടാവും. പോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം? ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയണം. ഒരു എൻ്റർടൈൻമെൻറ്റിന് എന്തൊക്കെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, എന്തൊക്കെ പഠിക്കാനുണ്ട്, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ എന്ത് ചെയ്യാം, ഒരു ബേസിക് സ്ട്രക്ചർ ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞു തരാം. പുതിയ പുസ്തകത്തിൽ എന്ത്. ഓക്കെ, പുതിയ പുസ്തകത്തിൽ നമുക്ക് 3 ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയപ്പോൾ അതിൽ എത്ര ചാപ്റ്റർ ഉണ്ടായിരുന്നു? ബയോളജിയിൽ 3 ചാപ്റ്റർ. ഇനി സെക്കൻഡ് പാർട്ടിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? 3 ചാപ്റ്റർ. അങ്ങനെ ടോട്ടൽ 6 ചാപ്റ്റർ മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് 2 ചാപ്റ്റർ ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് 2 ചാപ്റ്റർ, അതായത് ഫസ്റ്റ് പാർട്ടിൽ ഒരു ചാപ്റ്ററും സെക്കൻഡ് പാർട്ടിലെ ആദ്യത്തെ ചാപ്റ്റർ, അതായത് ട്രീസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററുമാണ് നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ബാക്കിയുള്ള ഈ 2 ചാപ്റ്റർ ഉണ്ടല്ലോ, ദ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റിയും അതുപോലെ തന്നെ സെൽസ് ദാറ്റ് ബിക്കം ഡോട്ടർ സെൽസ്, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കൊല്ല പരീക്ഷയ്ക്ക്, അതായത് വാർഷിക പരീക്ഷയ്ക്ക്, അവസാനത്തെ പരീക്ഷയ്ക്കാണ് ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ 6 ചാപ്റ്റർ ആണുള്ളത്. അപ്പോൾ ഇതിൽ 3rd ചാപ്റ്റർ, അതായത് നമ്മളെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ ട്രീ ഓഫ് ലൈഫ്, ഈ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ഭൂമി ലോകത്ത് പല ടൈപ്പ് ഓഫ് ജീവികളുണ്ട്. മനുഷ്യനുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, ആനയുണ്ട്, കുതിരയുണ്ട്, പാമ്പുണ്ട്, പഴുതാരയുണ്ട്, പിന്നെ ജന്തുക്കൾ മാത്രമല്ല സസ്യങ്ങളുണ്ട്. പല ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. ഈവൻ മൈക്രോ ഓർഗാനിസംസ് വരെ ഇല്ലേ? ചെറിയ ചെറിയ പൂപ്പലുകൾ, ഫംഗസുകൾ, കുഞ്ഞു കുഞ്ഞു ബാക്ടീരിയകൾ, അങ്ങനെ പല 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 ടൈപ്പ് ഓഫ് ജീവികൾ നമ്മളെ ലോകത്തുണ്ട്. ആ പല ടൈപ്പ് ഓഫ് ജീവികളെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോ ഫീച്ചേഴ്സിനനുസരിച്ച്, ഓരോ ക്യാരക്ടറിനനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ചും അവരുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നല്ല രസകരമായുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് അറിയോ, നമ്മളെ ചുറ്റുപാടുള്ള ഓരോ ജീവികളെ കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് ദ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി. ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നല്ലൊരു ബ്യൂട്ടി ഇല്ലേ? എന്തൊരു ബ്യൂട്ടി നോക്കട്ടെ, കുറേ കുട്ടികൾ, കുളം, സ്കൂള്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അല്ലേ? ഓക്കെ, ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ഭൂമി ലോകത്തെ ഓരോ റിലേഷൻഷിപ്പുകൾ അതെ, റിലേഷൻഷിപ്പുകൾ, അതായത് ഓരോ ജീവികൾ തമ്മിലുള്ള ഓരോ റിലേഷൻഷിപ്പുകളുണ്ട്. അതെന്താ സാർ? അതൊക്കെ നമ്മൾ പറഞ്ഞു തരും. വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, അങ്ങനെ പല ടൈപ്പ് ഓഫ്, ഇപ്പോൾ പാരസൈറ്റിസം, കൊമൻസാലിസം, കോമ്പറ്റീഷൻ, അങ്ങനെ പല ടൈപ്പ് ഓഫ്, പല പേരിലുള്ള കുറേ റിലേഷൻഷിപ്പുകളുണ്ട്. അത് നമ്മൾ പഠിക്കും ഈ ഒരു ചാപ്റ്ററിൽ. പിന്നെ അതുപോലെ തന്നെ എൻഡമിക് സ്പീഷീസുകളെ കുറിച്ച് പഠിക്കും, റെഡ് ഡാറ്റ ബുക്കിനെ കുറിച്ച് പഠിക്കും, നാഷണൽ പാർക്കിനെ കുറിച്ച് പഠിക്കും, വൈൽഡ് ലൈഫ് സാങ്ച്വറിനെ കുറിച്ച് പഠിക്കും. മൊത്തത്തിലൊരു ജീവിമയം, അനിമൽസുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലും പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള ചാപ്റ്ററിലും ഈ ഒരു ചാപ്റ്ററിലും ഒക്കെ മൊത്തത്തിൽ എന്താണ്, ഫുൾ അനിമൽസുമായി ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. രസമാണ്, നല്ല അടിപൊളി സംഭവമാണ്. നിങ്ങൾക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് പഠിക്കാൻ പറ്റും, പേടിക്കണ്ട. ഓക്കെ, വളരെ സിമ്പിൾ കോണ്ടന്റുകളാണ്. നമുക്ക് 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം, ഓരോന്നും അടിപൊളിയായിട്ട് പഠിക്കാം, നോ ടെൻഷൻ. ഓക്കെ, ഇനി ലാസ്റ്റ് ചാപ്റ്റർ വരുന്നത് ഏതായിരുന്നു? അതിൻ്റെ പേരാണ് സെൽസ് ദാറ്റ് ബിക്കം ഡോട്ടർ സെൽസ്. അത് ഒരു പേരൊരു പഞ്ചിന് കൊടുത്തതാണ്. ആക്ച്വലി ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് റീപ്രൊഡക്ഷനെ കുറിച്ചാണ്, പ്രത്യുൽപാദനത്തെ കുറിച്ചാണ്. അതെ, അതായത് പുതിയ തലമുറയെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ആണും പെണ്ണും തമ്മിൽ ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പുതിയൊരു തലമുറയെ സൃഷ്ടിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും നമ്മുടെ അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞായിട്ട് ജനിച്ചതല്ല, അമ്മയുടെ വയറ്റിലൊരു ഭ്രൂണമായിരുന്നു, പിന്നീട് കുഞ്ഞായി മാറി. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് പരിപാടികൾ, അതിൻ്റെ പിന്നിലുള്ള ബാക്കിയുള്ള സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് നമ്മളെ മാത്രമല്ല, മറ്റുള്ള ജീവികളുടെ കേസിൽ ഇതെങ്ങനെയാണ്. ഇപ്പോൾ എന്താണ്, ഒരു ചെടിക്ക് ഒരു കുഞ്ഞു ചെടി വേറെ അപ്പുറത്തുണ്ടായാലും വേറൊരു ചെടി ഇങ്ങനെ മുളച്ച് വരും. അതെങ്ങനെയാണ് പരിപാടി, അതൊക്കെ നമ്മളിവിടെ പഠിക്കും. അങ്ങനെ ചെടികളുടെ കേസിലും മനുഷ്യരുടെ കേസിലും മറ്റു ജീവികളുടെ കേസിലൊക്കെ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അത് നല്ല രസമാട്ടോ, അടിപൊളി ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഓക്കെ, നമുക്ക് കാരണം എന്താ പറയുക, അത് നമ്മളെ ലൈഫുമായി ഡയറക്റ്റ് ബന്ധമുള്ള ഒരു സാധനമാണ്. ഈ 2 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അനിമൽസുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ആ അനിമൽ ഇങ്ങനെയാണ്, ഈ അനിമൽ അങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡയറക്റ്റ് നമ്മളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നല്ല രസമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പറായിട്ട് പഠിക്കാം. പിന്നെ നമ്മളെ ബാച്ച്, നമ്മളെ
നമ്മൾ യോധ ബാച്ച് ഉണ്ട്, 8ാം ക്ലാസ്സിൻ്റെ പ്രിയപ്പെട്ട ബാച്ച്. യോധ ബാച്ചിലേക്ക് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിഷൻ സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, അഡ്മിഷൻ എടുത്ത് നമ്മളെ സൈലത്തിൻ്റെ യോധ ബാച്ചുമായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 15% ഓഫർ ഉണ്ട്, 15% ഓഫർ ഉണ്ട്. 2700 സംതിങ് രൂപക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ആപ്പ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു അവസരം മുതലെടുക്കുക. ഓക്കെ, അപ്പോൾ ഏതായാലും ഉഷാറായിട്ട് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് മുന്നേറാം. സൈലത്തിൻ്റെ കൂടെ നമുക്ക് സൂപ്പറായിട്ട് പഠിക്കാം. ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട അറക്കൽ. ഗുഡ് ബൈ.